എല്ലാവർക്കും ഒരു ഹൈ പോയി എന്നാണ് പോകുന്നത് സൊല്ലൻ്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 107 എപ്പിസോഡിന്റെ ആദ്യം തന്നെ റിയോ എംപയറിന് നേരെ മിങ്ടു മൗണ്ടനിലേക്ക് ഷിങ്ലു എംപയറിന്റെ അറ്റാക്ക് അത് പോവുകയാണ്. അവിടെയുള്ള ഒരുപാടധികം പവർഫുൾ ആയ ആൾക്കാർ ചേർന്നാണ് അറ്റാക്ക് നടത്തുന്നത്. അവർക്ക് വലിയ ടെൻഷൻ ആയിട്ടൊന്നുമില്ല, കാരണം ആൾറെഡി അവിടെയുള്ള എനിമീസ് സോൾജേഴ്സ് എല്ലാം കുറവായിരുന്നു. അങ്ങനെ അവരുടെ ഓരോ സ്കില്ലൊക്കെ യൂസ് ചെയ്ത് പോയി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്, എല്ലാം തകർത്തുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം ഇൻഫർമേഷൻസ് പ്രിൻസസ് ജൂജുവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അടുത്ത അറ്റാക്ക് ആ മൗണ്ടൈൻ എന്ന് പറയുകയാണ്. പോയിക്കൊണ്ടിരുന്ന യുഹാവയ്ക്കും എന്തോ ഒരു ബാഡ് ഓമൻ ഫീൽ ചെയ്തിട്ട് അവിടെ നിന്ന് മാറി പോവുകയുണ്ടായി. അവരടുത്തേക്ക് പോകുകയെ എന്തോ പണിയാണെന്ന് മനസ്സിലായിട്ട് യുഹാവ പോയിരുന്ന റഷ് ചെയ്ത് വന്ന അവിടെയുള്ള സോൾജേഴ്സിനെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. അവിടെ പെട്ടെന്ന് ഒരു ചുവന്ന നിറത്തിലും ആയിട്ട് ആകാശത്തേക്ക് പോയി വെള്ള ലൈറ്റ് പോലെയുള്ള ഒരു ബീം വന്ന് അടിച്ചു. അതുവിടെ അവിടെ മുഴുവൻ പേരെ സ്റ്റണ്ണാക്കി കളഞ്ഞു, അല്ലെങ്കിൽ സ്റ്റക്കാക്കി കളഞ്ഞു. അത് എത്ര പവർഫുൾ ആയവരായിട്ട് പോലും അവരവിടെ സ്റ്റണ്ണാവുകയാണ്. യുഹാവയ്ക്കും ജസ്റ്റിനാണ് മാറി അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. മൗണ്ടന്റെ അവിടെ ആയിട്ട് ഒരു വിയർഡായ രൂപത്തിൽ ഒരു ലേഡി, അവളുടെ ചിരിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഉള്ളിൽ എന്തൊക്കെയോ കുത്തി പുറത്തു വരികയാണ്. അതുപോലെ അവിടെ ലാവ പോലെ ഒന്ന് പൊങ്ങി വരുന്നു, ഒരു ചുവന്ന നിറത്തിലുള്ള എന്തോന്ന് അവരെ പാസ് ചെയ്തു പോയി. പിന്നെ നടന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അവരുടെ എല്ലാവരെയും സ്കെലിട്ടം പോലും ഇല്ലാതായി കളഞ്ഞു. അതായത് അവരെല്ലാവരും ഡെഡായി പോയി. യുഹാവ കണ്ട് മുൻപ് നടന്നത് ആലോചിച്ച് നോക്കുവാണ്. അവ തൊട്ടില്ലെന്ന് പറഞ്ഞാണ് അവിടെ എസ്കേപ്പ് ആയത്. അവനാകെ തകർന്നു പോയിരുന്നു, അവനാ തോറ്റുപോയി എന്ന് പറയാണ്. കാരണം അവൻ ഡെഡാവുന്ന ക്ലോസ് ആയ മൂമെന്റ് ഇതായിരുന്നു. യുഹാവന്റെ ആ ടീച്ചർ അവനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. സൺമോൺ എംപയറിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ഒരു സോൾ ഗഡി മാസ്റ്റർ ഉണ്ട്, ഒരു ലെജൻഡറി ലെവൽ 10, അതായത് ഡേറ്റ് എന്നാണ് പറയുന്നത്. 34 വർഷം കൊണ്ട് നേടിയെടുത്തതാണ്. അയാളെ റിപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ചോദിക്കുമ്പോൾ നീ ഒരു നാൾ നിനക്ക് കാണാൻ കഴിയും എന്ന അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടത് വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന പ്രിൻസസ് ജൂജു തൻ്റെ ഒരു വാക്കിൽ ഇല്ലാതായത് ഒരുപാടധികം പേരുടെ ജീവനായിരുന്നു. ആ സങ്കടത്തിൽ നിൽക്കുകയാണ്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. യുഹാവ ഇത് കഴിഞ്ഞ് ഇനി കാര്യമില്ല, അവരുടെ പ്ലാൻ ഇതല്ല എന്നത് യുഹാവയ്ക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഷിങ്ലു എംപയർ തന്നെ നിൽക്കാൻ കഴിയില്ല, ഷ്രക്കിലേക്ക് പോയിട്ട് ഫീശം പൗലിയിൽ പറയണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അതിനുശേഷം മീറ്റിംഗ് പോലെയുള്ള പ്ലേസിൽ ആകെ തകർന്നിരിക്കുകയാണ് അവള്. അതുപോലെ അവിടെ ഉള്ളവരും പ്രിൻസസ് ജൂ എല്ലാവരുടെ മാപ്പ് പറയാണ്. ഇതിനുള്ള ശിക്ഷ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്ന് അത് പറയുമ്പോൾ അവർക്കാർക്കും അത് സമ്മതമല്ല. ഡൈഹാവോ ഒരിക്കലും അങ്ങനെയല്ല, ഇത് വാറാണ്. അവരുടെ മൂവ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നതില്ല, എങ്കിലും അവരുടെ പ്ലാൻ മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് തെറ്റുപറ്റിയത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വൈറ്റ് ലൈറ്റിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇനി പറയുന്നുണ്ട്. അത് ഡൈലൂലിയാണ്. അവൻ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് പറഞ്ഞു അവനെ വിളിച്ചു വരുത്തുന്നു. അവനോട് ചോദിക്കുമ്പോൾ അവൻ സ്വന്തമായിട്ടാണെന്ന് പറയുകയാണ്. എന്നാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. നീ സ്പൈ ആയിട്ട് കൂട്ടും. മറ്റേ ഒരു അച്ഛൻ ഡൈലൂലി നല്ല പയ്യനാണ്, എന്നാൽ അവനെ വരട്ടി അച്ഛനും മോനൊക്കെ വീട്ടിൽ ഇവിടെ കമാൻഡർ സോൾജേഴ്സ് ആണ് എന്ന് പറഞ്ഞ് വിരട്ടുകയാണ്. അവൻ പിന്നെ പകുതി സത്യം പറയാനായിട്ടിടങ്ങി. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഡൈഹാവോ അവന്റെ മുഖം കണ്ടിട്ട് അവൻ സത്യം പറയില്ല, എന്തോന്ന് അവൻ മറക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശരി നീ പറയണ്ട, എന്നാൽ ഞാൻ പറയുന്നതിന് നീ തലയാട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് തുടങ്ങി. അവന്റെ സോള് മാർഷൽ സോള് മെന്റൽ ടൈപ്പ് സോൾ മാസ്റ്ററിന്റെ ആണ്. അതിനാലോചിച്ചിട്ട് അതെ യുഹാവയാണെന്നത് അറിയാം. ആ പെണ്ണിനെ മനസ്സിലായി. ജൂജു യുഹാവന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്, എന്നാൽ വലിയ രീതിയിലില്ല. രണ്ടാമത് അവന്റെ രൂപം അത് പറയുന്നുണ്ട്. അതോടെ ഡൈഹാവ് എനിക്ക് മനസ്സിലായി, അവനെ വിശ്വസിക്കാം, എന്നെ 2 തവണ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുഹാവന്റെ പേര് പറയാൻ വന്നത് നിർത്തിയിട്ട് 2 തവണയോ, അതൊരു വലിയ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് യുഹാവ് അവ ഷ്രക്കിലേക്ക് വരുന്നു. വാങ്ടോങ്ങിന്റെ ഓർമ്മയാണ് അവന്റെ ഉള്ളിലിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് വാങ്ടോങ് എന്ന് പറഞ്ഞ് ചേർന്ന്, അല്ലാതെ വേറൊരു പയ്യനായിരുന്നു. ഇവിടെ വെച്ചാണ് നമ്മുടെ ലവ് അത് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് പോവാണ്. ഈ സമയം ഷ്രക്കില് അതുവഴി ഒരു പുതിയ പെണ്ണ് അങ്ങോട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. യുഹാവ അവള് കാണാതെയാണ് പോകുന്നത്. അവൻ എന്തോ തോന്നി നോക്കി കണ്ടില്ല. പിന്നെയും പോയി ഫ്രണ്ടിലായിട്ട് അവള് വരികയാണ്. കണ്ട ഉടനെ വാങ്ടോങ് ആണെന്ന് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് വിളിക്കുന്നു. അവള് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വാങ്ഷിർ അല്ല, അവളെ പോലെ ഒരു രൂപത്തിലുള്ള ഒരു പെണ്ണ്. അവനെ നേരെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൾക്ക് ഷോക്ക് പോലെ നിൽക്കുകയാണ്. വാങ്ടോങ്ങിനെ ഒരുപാട് മിസ് ചെയ്ത് അവൻ പറയേ എന്നാൽ തട്ടി മാറ്റി. അയ്യാരാ, ഞാൻ വാങ്ടോങ്ങൊന്നുമില്ല, എന്റെ പേര് ടാങ്ങൂട്ടോങ്. അവൻ അവളുടെ ഓർമ്മ പോയത് പറഞ്ഞിട്ട് എന്നെ മനസ്സിലായില്ലേ, അവളെ നീ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ടോങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് മാത്രം അവിടെ നിന്ന് പോയാണ്. ആകമത്തെ ഷോക്കായ യുഹാവ്. പിന്നെ ശുവാനെ കാണുന്നുണ്ട്. റിയോ എംപയറിന്റെ സഡൻ അറ്റാക്ക്. ടയാൻഡോ എംപയറിന്റെ കുറച്ച് സിറ്റികൾ പോയി ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ആയിട്ടാണ് അവരുള്ളത്. ടയാൻഡോ ഷ്രക്കില് ഉള്ള ഒരു എംപയറിലെ ഉള്ളതാണല്ലോ ഷ്രക്ക്, ഐ മീൻ ടയാൻഡോയിലുള്ളതാണല്ലോ ഷ്രക്ക്. അവർ പൗലിയ മീറ്റിംഗ് വെച്ച് യുഹാബ വഴി അവരുടെ ടാർഗറ്റ് ടയാൻഡോ എന്നതാണ് മനസ്സിലാക്കി. ഒരുപാട് സോൾ ഗഡി മാസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ, അതുപോലെ സോൾ മാസ്റ്റേഴ്സിനെ ട്രെയിനിങ് ചെയ്ത് കൂട്ടാനും സ്പിരിറ്റ് പവർ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാനും എന്ത് വേണ്ട കാര്യങ്ങളൊക്കെ പറയണം. അത് ടാങ്ക് സെറ്റ് വഴി കൊടുക്കാനും പറ്റുന്ന സോൾ ഗഡി ടൂൾസ് എക്യുപ്മെന്റ്സ് ഒക്കെ ബേബിയും പറയുന്നുണ്ട്. അതിനായിട്ട് ഫ്രണ്ട് ലൈൻ സ്പെഷ്യൽ ഫോഴ്സിനെ സെറ്റ് ചെയ്യാനായിട്ട് ടാങ്ക് സെറ്റിനെയും ഏൽപ്പിക്കുകയാണ്. പേരായിട്ട് ടാങ്ക് സെറ്റ് സോൾ ഗഡി മാസ്റ്റേഴ്സ്
എന്ന് പേര് വിട്ടു. അവർക്ക് സന്തോഷം. ലിംഗർ ഡൗഡോ ഷൗഷിനോട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അവനോട് നീ തന്ന ഫ്രണ്ട് ലൈനിൽ വേണം, അവൻ ഫ്രണ്ട് ലൈനിൽ വേണം, നിന്റെ ടാലന്റ് നമുക്കറിയാം, പിന്നെ കെയർഫുൾ ആകാനായിട്ട് പറഞ്ഞു. അവന് ഓക്കെ. കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ ആകും, പോകെ മനസ്സിലാകും. ആ റിപ്പർ ടൂൾ അത് വളരെ ഡേഞ്ചറാണ്, അതിന്റെ സീക്രട്ട് നിനക്ക് ചാൻസ് കിട്ടിയാൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ 3 എംപയർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിനോട്. യൂസാൻഷി ഞാൻ ആ ടാങ് കൂട്ടങ്ങ് അവൻ്റെ കൂടെ ഫ്രണ്ട് ലൈനിലായിട്ട് പോകാനായിട്ട് പറയാണ്. വേറെ 3 പേരെയും തിരഞ്ഞെടുക്കാനായിട്ട് പറയാണ്. വൈറ്റ് ടൈഗർ ഡോക്കിൽ പറയേണ്ടതുണ്ട്. ടാങ് കൂട്ടങ്ങ് എന്ന് കേട്ട് ചോദിക്കേ അത് പുതിയ റിസർവ് മെമ്പറാണ്, അതായത് ഇനി വരാൻ പോകുന്ന ഷ്രെക്ക് മോൺസ്റ്റേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രീതി. അവളെ മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കണം. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണും. ഓക്കെ, ബൈ.